വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഇൻ്റർമീഡിയറ്റിനകത്തുള്ള ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനകത്ത് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതേത് തന്നെ ഏതിനകത്തും കയറി വരാറുണ്ട്, നമ്മുടെ CMA ഫൈനലിനകത്ത് കോസ്റ്റിങ്ങിനകത്തും കയറി വരാറുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോണേ. അസൈൻമെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ സ്റ്റെപ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് നോക്കണം. എന്നിട്ട് തേർഡ് വൺ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനകത്ത് കയറി വരുന്ന കുറേ അധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പഠിക്കാൻ പോണേ. സോ ആദ്യമേ അസൈൻമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ആസ് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഓക്കെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്താ, എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പോണേ. അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സിനകത്ത് നമ്മൾ ചെയ്യുന്നതും ഈ പറയുന്നത് പോലെ കോസ്റ്റ് റിഡക്ഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ABCDE എന്ന് പറയുന്ന 5 ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾസ് നമുക്കുണ്ടായിരുന്നു. ഈ 5 ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾസ് ഇതേപോലെ തന്നെ 1 2 3 4 5 എന്ന് പറയുന്ന 5 ഗോഡൗൺസിലോട്ട് കൊണ്ടുപോകണം. മനസ്സിലായല്ലോ, 5 വെഹിക്കിൾസ് ഉണ്ടായിരുന്നു, അവരെ 5 ഗോഡൗൺസിലോട്ട് എത്തിക്കണം. സോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏത് വണ്ടികളെ, അല്ലെങ്കിൽ ഏത് ഈ പറയുന്ന പോലെ ഏത് കണ്ടെയ്നേഴ്സിനെ ഏത് ഗോഡൗൺസിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് കോൾഡ് അസൈൻമെൻറ്റ്സ്. എല്ലാത്തിനകത്തും കയറി വരും. ഇപ്പോൾ അഞ്ച് ബാറ്റ്സ്മാൻമാർ ക്രിക്കറ്റിലെ 5 ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു. ഓക്കെ, അവരിറങ്ങുന്നത് 5 പൊസിഷനിലോട്ടാണ്. സോ ഇവരെ എങ്ങനെ പ്രോപ്പറായിട്ട് അതാത് പൊസിഷനിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായി? 5 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഈ 5 വർക്കേഴ്സിനും നമ്മൾ 5 മിഷനറിയാണ് കൊടുക്കണേ. സോ ഏതൊക്കെ വർക്കേഴ്സിന് ഏതൊക്കെ മിഷനറി വേണം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇങ്ങനെ നമുക്ക് മാക്സിമം കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഏതിലോട്ടൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് കോൾഡ് അസൈൻമെൻറ്റ്. നമുക്ക് നോക്കാം. Assignment is a special linear programming problem. There are many situations where the assignments of the pupils or missions etc. may be called for. Okay, and assignments of the workers to the missions. മനസ്സിലായോ? വർക്കേഴ്സ് ഏതിലോട്ട്, മിഷൻസിലോട്ട് വരും. ആൻഡ് ക്ലറിക്സ് ടു ദ വേരിയസ് ചെക്ക് കൗണ്ടേഴ്സ്, സെയിൽസ്മാൻ ടു ഡിഫറെൻറ്റ് സെയിൽസ് ഏരിയാസ് ഇസ് എ ടൈപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ്. ഓക്കെ, എല്ലാം വരും, എല്ലാ കാര്യങ്ങളും വരും. അതായത് എന്തൊക്കെയാണ് ഈ പറയുന്നത് പോലെ ഏതിലോട്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. മനസ്സിലായോ? അതിനകത്തുള്ളൊരു എക്സാമ്പിളാണ് അവർ പറയണേ. എന്തൊക്കെയാണ്, വർക്കേഴ്സിന് ഏതൊക്കെ മെഷീനറീസ് കൊടുക്കണം, അതേപോലെ ക്ലറിക്സിന് ഏതൊക്കെ കൗണ്ടേഴ്സ് കൊടുക്കണം, ഇവിടെ നോക്കി സെയിൽസ്മാന് ഏതൊക്കെ ഡിഫറൻഷ്യൽ സെയിൽസ് ഏരിയാസ് കൊടുക്കണം. ഇതെല്ലാം അസൈൻമെൻ്റ് ആണ്. നോക്കി, the assignment is a problem because the pupil possess varying ability for performing different jobs and therefore the cost of performing jobs are different, peoples are different. അതായത് ഓരോരുത്തർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചാർജ് ചെയ്ത് കൊടുക്കണം, ഈ പറയുന്ന പോലെ അതാത് പൊസിഷനിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യണേ, അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യണേ. Thus, in an assignment problem, the question is how the assignment should be made in order that the total cost involved is minimized. നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം, മിനിമൈസ് ചെയ്യാൻ പറ്റണം. സോ അണ്ടർ അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നത്, അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഓരോ ആൾക്കാർക്കും അതാത് ഏരിയ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സിനും അതാത് മിഷനറീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യണേ. ഓക്കെ, ദ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യണം. ഇനി 4 മെത്തേഡ്സ് ആണ് അസൈൻമെൻറ്റ്സിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ആൻഡ് സിംപ്ലക്സ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ആൻഡ് ദ ഹംഗേറിയൻ മെത്തേഡ്. അതായത് അസൈൻമെൻറ്റ്സ് ചെയ്യുന്നത് 4 മെത്തേഡിലാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹംഗേറിയൻ മെത്തേഡ്. ഹംഗേറിയൻ മെത്തേഡ് എന്നാണ് നോക്കണേ. പറയാം. നോക്കി, ഹംഗേറിയൻ മെത്തേഡ്സിന്റെ സ്റ്റെപ്സ് ആണ് പറയണേ. സ്റ്റെപ്സ് തുടങ്ങുന്നതിന് മുമ്പ് അണ്ടർ ഹംഗേറിയൻ മെത്തേഡ്സ് അസൈൻമെന്റ്സ് പ്രോബ്ലത്തിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first one is called the balanced and the second one is called unbalanced. The first one is called the balanced and the second one is called the unbalanced. That means അസൈൻ ചെയ്യേണ്ടതും അസൈൻ ചെയ്യേണ്ടത് ഏതിലോട്ടാണെങ്കിലും അത് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ ബാലൻസ്ഡ് എന്ന് പറയാം. അതല്ലാത്തതിനെ അൺബാലൻസ്ഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ABCDE 5 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് അലോട്ട് ചെയ്യേണ്ടത് 1 2 3 4 5 എന്ന് പറയുന്ന 5 മിഷനറീസിലോട്ടാണ്. സോ നോക്കി, അത് ബാലൻസ്ഡ് ആണ് അല്ലേ, 5 പേർക്ക് 5 മിഷനറീസ്. അതേപോലെ തന്നെ 4 ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു, ABCD എന്ന് പറയുന്ന 4 ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു. അവർ ഏത് ഓർഡറിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇറങ്ങണോ,
ഫസ്റ്റ് ഇറങ്ങണോ, സെക്കൻഡ് ഇറങ്ങണോ, തേർഡ് ഇറങ്ങണോ, ഫോർത്ത് ഇറങ്ങണോ. സോ നോക്കി അവിടെ 4 ബാറ്റ്സ്മാൻമാർ 4 പൊസിഷനുമാണ്. ഇറ്റ്സ് കോൾഡ് ദ ബാലൻസ്ഡ്. മനസ്സിലായോ? അതേപോലെ തന്നെ 5 ലോറി ഉണ്ടായിരുന്നു, 5 ഗോഡൗണിലോട്ട് കൊണ്ടുപോകണം. ഇറ്റ്സ് കോൾഡ് ബാലൻസ്ഡ്. ഇനി ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ദ അൺബാലൻസ്ഡ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വേരി ചെയ്യാം. ഉദാഹരണത്തിന് ഈ പറയുന്നത് പോലെ 4 ലോറി ഉണ്ടായിരുന്നുള്ളൂ, എ ബി സി ഡി എന്ന് പേരുള്ള 4 ലോറികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരെ 5 ഗോഡൗണിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അത് അൺബാലൻസ്ഡ് ആയിപ്പോയി. അതേപോലെ തന്നെ 3 ബാറ്റ്സ്മാൻമാരാണ്, പക്ഷെ അവർ 4 പൊസിഷനിലോട്ട് നമുക്ക് ഇറക്കാൻ പറ്റും, അൺബാലൻസ്ഡ് ആയി. മനസ്സിലായോ? 5 വർക്കേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് 4 മിസ്റ്ററീസേ ഉള്ളൂ, അൺബാലൻസ്ഡ് ആയി. സോ ഹംഗേറിയൻ മെത്തേഡ് പ്രകാരം ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. മനസ്സിലായോ? സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ്ഡിനെ കുറിച്ചാണ്. അൺബാലൻസ്ഡ് ആവുകയാണെങ്കിൽ അതിനെ ആദ്യമേ തന്നെ ഏതിലോട്ട് കൊണ്ടുവരണം? ബാലൻസ്ഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരണം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അൺബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ബാലൻസ്ഡ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞു, കൺഫ്യൂസിങ് ആണ്, വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. ആൻഡ് ഐ എം വെരി ഷുവർ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് 2, 3, 4 തവണ കാണേണ്ടി വരും. മനസ്സിലായോ? അല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം സ്റ്റെപ്സ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നോക്കി, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ ഓപ്പറേഷൻ ആണ്. റോ ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ലൊക്കേറ്റ് ദ സ്മോളസ്റ്റ് കോസ്റ്റ് എലമെന്റ് ഇൻ ഈച്ച് റോ ഓഫ് ദ ഗിവൺ കോസ്റ്റ് ടേബിൾ. അതായത് തന്നിരിക്കുന്ന ടേബിളിലെ റോ സെലക്ട് ചെയ്യുക, ആ റോ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. നൗ സബ്സ്ട്രാക്ട് ദ സ്മോളസ്റ്റ് എലമെന്റ് ഫ്രം ഈച്ച് എലമെന്റ്സ് ഇൻ ദാറ്റ് റോ. ആ സ്മോളസ്റ്റ് വാല്യൂവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? അല്ലെങ്കിൽ ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് ഈ പറയുന്ന സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക. ആസ് എ റിസൾട്ട് there shall be at least 1 0 in each row of this new table called the reduced cost table. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ റോയിലും അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും വരും. ചെയ്താൽ മനസ്സിലായല്ലോ? സോ ആ മെട്രിക്സ് എടുക്കുക, അല്ലെങ്കിൽ ആ കോസ്റ്റ് ടേബിൾ എടുക്കുക. ആ ടേബിളിനകത്ത് റോ ഉണ്ടാവും. ആ ഓരോ ഫസ്റ്റ് എന്ന് പറയുന്ന റോ ഓപ്പറേഷനാണ്. ആ റോ ഓപ്പറേഷൻ അടിസ്ഥാനപ്പെടുത്തി പറയുവാണെങ്കിൽ ഓരോ റോയ്ക്കകത്തും വരുന്ന സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക, ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് അത് മൈനസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾസ് പറയാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യണതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിളും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നോക്കി, ദ റോ ഓപ്പറേഷൻ മീൻസ് ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ആണ്. ദാറ്റ് മീൻസ് ആദ്യമേ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. ബാലൻസ്ഡ് ആണ്, കാരണം ABCDE അങ്ങനെ 5 മോട്ടോർ വെഹിക്കിൾസ് ഉണ്ട്. കൊണ്ടുപോകുന്നത് 1 2 3 4 5 എന്ന് പറയുന്ന 5 ഗോഡൗൺസിലോട്ടാണ്. സോ ഫസ്റ്റ് വൺ മെട്രിക്സ് ബാലൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നോക്കി, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം ലോറികളെ കുറിച്ചാണ്. ആൻഡ് ഇത് മൊത്തം ഗോഡൗണിൻ്റെ നമ്പേഴ്സ് ആണ്. സോ ഇത് ബാലൻസ്ഡ് ആണ്. 5 ലോറികളുണ്ട്, 5 ഗോഡൗണിലോട്ട് എത്തിക്കണം. റോ ഓപ്പറേഷൻ മീൻസ് നമ്മൾ എന്താ പറഞ്ഞേ? ഓരോ റോയും എടുക്കണം. ആ ഓരോ റോയ്ക്കകത്തും വരുന്ന സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കണം. ആ സ്മോളസ്റ്റ് വാല്യൂ ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് ആദ്യത്തെ റോ എടുക്കുമ്പോൾ അതിനകത്തുള്ള സ്മോളസ്റ്റ് വാല്യൂ ഏതാ? 10 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നോക്കി, നമ്മൾ അടുത്ത മെട്രിക്സ് വരയ്ക്കാൻ പോവാ. അടുത്ത മെട്രിക്സ് വരയ്ക്കാൻ പോവാ. ദാറ്റ് മീൻസ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ ആ വാല്യൂ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ളത് അതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യുന്നു. ചെയ്യുന്ന നേരത്ത് നമുക്ക് എങ്ങനെയൊക്കെ വരും? നോക്കി, ഇതാണ് സ്മോളസ്റ്റ് വാല്യൂ അല്ലേ? സോ ഈ 20 എന്ന് പറയുന്നത് 20 - 10 എത്ര വരും? 10 വരും. ചെയ്താൽ മനസ്സിലായോ? ഇവിടെ 20 ആണ്, 20 - 10 10, ആൻഡ് 25 - 10 15, ആൻഡ് 35 - 10 25, ഹിയർ 0. ചെയ്താൽ മനസ്സിലായല്ലോ? സോ എന്താണ് റോ ഓപ്പറേഷൻ? ഓരോ റോയും സെലക്ട് ചെയ്യണം. ആ ഓരോ റോയ്ക്കകത്തും വരുന്ന സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കണം. ആ സ്മോളസ്റ്റ് വാല്യൂ ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും നമുക്ക് ഏതിലോട്ട് വരും? ആ ഒരു റോയിലോട്ട് വരും. സോ ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോ നോക്കി. സെക്കൻഡ് റോയ്ക്കകത്ത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാ? 18 30 44 35. സോ 18 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ അല്ലേ?
ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് നമുക്കത് മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് 18 മൈനസ് 80 0, 30 മൈനസ് 18 12, 14 മൈനസ് 18 26, 35 minus 18 17, 33 minus 18 15. Okay, and അടുത്ത റോ നോക്കിയേ 10 12 20 0 10. ദേ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 0യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം 0 ബാക്കിയുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ഫിഗർ തന്നെ എഴുതാൻ പറ്റും. 10 12 20 0 10. മനസ്സിലായോ? ആൻഡ് റോ നമ്പർ 4 ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏത് വരും? 40 41 40 42 35 അല്ലേ? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ 35 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം 40 മൈനസ് 35 5, 41 മൈനസ് 35 6, 40 മൈനസ് 35 5, 42 മൈനസ് 35 7 0. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ 2 0 1 5 7. ദേ 0 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാം അതേ വാല്യൂസ് തന്നെ എഴുതാം 2 0 1 5 7. സോ അണ്ടർ ദ ഹംഗേറിയൻ മെത്തേഡ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്നതും എന്ത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ ഓപ്പറേഷൻ ആണ്. റോ ഓപ്പറേഷൻസിനകത്ത് തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സ് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. ബാലൻസ്ഡ് ആണെങ്കിൽ ആദ്യമേ റോ ഓപ്പറേഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഓരോ റോയ്ക്കകത്തും വരുന്ന സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ആ സ്മോളസ്റ്റ് വാല്യൂ ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു റോയിൽ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ 0 എങ്കിലും വരും അല്ലേ? സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 നോക്കേ, കോളം ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് ഇപ്പം നമുക്കുണ്ടായിരിക്കുന്ന പുതിയ മെട്രിക്സ് ഏതാ? ഈ റോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പുതിയ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ പറയുന്ന പോലെ കോളം ഓപ്പറേഷൻ ചെയ്യാൻ. ദാറ്റ് മീൻസ് നോക്കേ, ഇൻ ദ റെഡ്യൂസ്ഡ് കോസ്റ്റ് ടേബിൾ ഒബ്റ്റെയിൻ കൺസിഡർ ഈച്ച് കോളം ആൻഡ് ലൊക്കേറ്റ് ദ സ്മോളസ്റ്റ് എലമെന്റ് ഇൻ ഇറ്റ്. അതായത് റോ ഓപ്പറേഷനിൽ നമ്മൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ കോളം ഓപ്പറേഷനിൽ ചെയ്യണം. ഓരോ കോളം എടുക്കണം, അതിനകത്തുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കണം, എന്നിട്ട് ആ വാല്യൂ ബാക്കിയുള്ള വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യണം. മനസ്സിലായോ? സോ സ്റ്റെപ്പ് നമ്പർ 1 റോ ഓപ്പറേഷൻ ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 കോളം ഓപ്പറേഷൻസ്. അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് വേണം. ഇതാണ് നമ്മുടെ പുതിയ മെട്രിക്സ്. ഏതാ? ഇതാണ് നമ്മുടെ പുതിയ മെട്രിക്സ്. ഈ പുതിയ മെട്രിക്സിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോളം ഓപ്പറേഷൻ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ. നമുക്ക് ചെയ്യാം. ഓരോ കോളം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഓരോ കോളം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ദ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഏത് വരും? ഏറ്റവും ചെറുത് ഏതാ? 10 0 10 5 2. 0 ആണ് അല്ലേ? 0 ആയതുകൊണ്ട് നമുക്ക് അത് അതേപോലെ തന്നെ എഴുതാം. 10 0 10 5 ഓക്കെ 10 0 10 5 2. ചെയ്തു മനസ്സിലായല്ലോ? ഓരോ കോളം സെലക്ട് ചെയ്യുന്നു, ആ കോളത്തിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുന്നു, അത് വീണ്ടും നമ്മൾ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, അടുത്ത കോളം നോക്കേ. അടുത്ത കോളത്തിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ 0 തന്നെയാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം 10 12 12 6 0. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ 15 26 25 1 ആണ്. സോ നമുക്ക് നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് 15 25 19 4 0. മനസ്സിലായല്ലോ? ഓരോന്നും നമ്മൾ അതേപോലെ തന്നെ ഇതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ 1 ആണ്. ആ 1 ബാക്കിയുള്ള അതിനകത്ത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 15 അല്ല, ഇവിടെ 14 വരും. 15 minus 1 14, 26 minus 1 25, 20 minus 1 19, 5 minus 1 4. ആൻഡ് അടുത്തത് നോക്കി, അടുത്തതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ ഏത് തന്നെയാണ്? 0 തന്നെയാണ്. സോ നമുക്ക് അത് അതേപോലെ തന്നെ എഴുതാം. എഴുതുമ്പോൾ 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25 17 0 7 5. 25
ആൻഡ് ദ ലാസ്റ്റ് കോളം രണ്ട് വാല്യൂസ് അതിനകത്തുണ്ട്, രണ്ട് സീറോസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? 0, 15, 10, 0, 7 ആണ്. സോ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 0 തന്നെയാണ്. ദാറ്റ് മീൻസ് നമുക്ക് അത് അതേപോലെ തന്നെ എഴുതാം, 0, 15, 10, 0, 7. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബാലൻസ്ഡ് ആയിരുന്നു ഈ പ്രോബ്ലം, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റോ ഓപ്പറേഷൻ ചെയ്തു. റോ ഓപ്പറേഷനകത്ത് എന്താ ചെയ്തേ? ഓരോ റോയും സെലക്ട് ചെയ്യുന്നു, ആ റോയ്ക്കകത്ത് വരുന്ന ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കി ബാക്കിയുള്ളതിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ, ആ മെട്രിക്സിൽ നിന്ന്, ദാറ്റ് മീൻസ് റോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ വീണ്ടും കോളം ഓപ്പറേഷൻ ചെയ്യുന്നു. കോളം ഓപ്പറേഷൻ മീൻസ് ഓരോ കോളം എടുക്കുന്നു, ആ കോളത്തിനകത്തുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. Step number 2. And the step number 3, it's called optimality. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് പറയുന്നത് എന്താണെന്നറിയാമോ? ഡ്രോ എ മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. മനസ്സിലായോ? അതായത് ഈ പുതിയ കിട്ടിയിരിക്കുന്ന മെട്രിക്സിൽ ഏതൊക്കെ ഈ പറയുന്ന റോ ഓപ്പറേഷനും കോളം ഓപ്പറേഷനും ചെയ്ത് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ഏതാണോ അതിനകത്ത് നിന്ന് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടോ നമുക്ക് ലൈൻസ് വരയ്ക്കാം. ദാറ്റ് ആർ റിക്വയർഡ് ടു കവർ ഓൾ ദ 0 എലമെന്റ്സ്. എന്ത് ചെയ്യണം? അങ്ങനെ വരയ്ക്കുന്ന ലൈൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാ 0 എലമെന്റ്സിനെയും എന്ത് ചെയ്യാൻ പറ്റണം? കട്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് നോക്കേ, ഇഫ് ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഈസ് ഈക്വൽ ടു n, n means number of row equal to number of column equal to number of lines വരികയാണെങ്കിൽ അതിനെ ആ മെട്രിക്സിനെ നമുക്ക് ഒപ്റ്റിമൽ ആണ് എന്ന് പറയാം. ഒരിക്കൽ കൂടെ മിനിമം ലൈൻസ് വരയ്ക്കാം. ആ മെട്രിക്സിനകത്ത് നമുക്ക് മിനിമം ലൈൻസ് വരയ്ക്കാം. മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. മനസ്സിലായോ? വെർട്ടിക്കൽ ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടോ നമുക്ക് മിനിമം ലൈൻസ് വരയ്ക്കാം. ആ മിനിമം ലൈൻസ് വരച്ചതിൽ മാക്സിമം സീറോസ് നമുക്ക് കട്ട് ചെയ്ത് അങ്ങ് പോകാൻ പറ്റണം. ആ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കിപ്പോൾ ഒരു ലൈൻസ് വരച്ചിട്ടുണ്ടാവുമല്ലോ, ആ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആവണം? ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് റോ ഈക്വൽ ടു നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആവണം. ബാലൻസ്ഡ് പ്രോബ്ലം ആണെങ്കിൽ ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെ ബാലൻസ്ഡാ, 5 എണ്ണമാണ്, 5 ലോറിയും 5 ഗോഡൗണുമാണ്. സോ ഇവിടെ ബാലൻസ്ഡ് ആണ് എന്തായാലും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഒരിക്കൽ കൂടെ പറയുന്നു, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചിരുന്നാലേ അത് മനസ്സിലാവുള്ളൂ. ദാറ്റ് മീൻസ് ഈ കിട്ടിയിരിക്കുന്ന പുതിയ മെട്രിക്സിനകത്തുള്ള സീറോസ് മിനിമം ലൈൻസ് വരച്ചിട്ട് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് മിനിമം ലൈൻസ് വരച്ച് മാക്സിമം സീറോസിനെ നമുക്ക് അങ്ങ് വെട്ടിക്കളയണം. മനസ്സിലായോ? എന്നിട്ട് കിട്ടുന്ന ലൈൻസ്, നമ്പർ ഓഫ് ലൈൻസ് ഏതാണെന്ന് നോക്കാം. എന്നിട്ട് കിട്ടുന്ന നമ്പർ ഓഫ് ലൈൻസ് എത്രയാണെന്ന് നോക്കാം. ആ നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആണെങ്കിൽ അത് ഒപ്റ്റിമൽ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും നേരം കേട്ട് ബോർ അടിച്ചാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പിലോട്ടാണ് ഇനി കിടക്കാൻ പോണേ. മനസ്സിലായോ? പറയട്ടെ. ഇതാണ് നമ്മുടെ പുതിയ മെട്രിക്സ് അല്ലേ? ഈ പുതിയ മെട്രിക്സിനകത്ത് നോക്കി കുറേ സീറോസ് ഉണ്ട്. 1, 2, 3, 4, 5 സീറോസ് ഉണ്ട്. 5 അല്ലല്ലോ, 1, 2, 3, 4, 5, 6 സീറോസ് ഉണ്ട്. ഈ സീറോസിനെ മിനിമം ലൈൻസ് വെർട്ടിക്കൽ ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടോ മിനിമം ലൈൻസ് വരച്ചിട്ട് നമുക്ക് വെട്ടിക്കളയണം. കേട്ടോ? അത് എങ്ങനെ വേണേലും വെട്ടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇതൊക്കെ ഇങ്ങനെ വരട്ടാം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണേലും വരയ്ക്കാം. പക്ഷേ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് നോക്കേ, ഇപ്പം ഞാൻ 4 വര വരച്ചപ്പം എന്തായിപ്പോയി? എല്ലാ സീറോസും വെട്ടിപ്പോയി. ശ്രദ്ധിച്ചു നോക്കി, 4 ലൈൻസ്, ചുമ്മാ 4 ലൈൻസ് വരച്ചപ്പം എല്ലാ സീറോയും അങ്ങ് വെട്ടിപ്പോയി അല്ലേ? ഇത്രേ ഉള്ളൂ. മിനിമം നമ്പർ ഓഫ് ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയാൻ പറ്റണം. പക്ഷേ അത് നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇവിടെ ഒപ്റ്റിമാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഈ വരച്ചിട്ട് ഒപ്റ്റിമാലിറ്റി ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ മെട്രിക്സിനെ ഞാൻ വീണ്ടും വരയ്ക്കുകയാണേ.
ഈ പറയുന്ന പുതിയ മെട്രിക്സിനെ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. കാരണം നമ്മളൊരു മെത്തേഡ് വെച്ചിട്ടാണ് മാക്സിമം സീറോസിനെ മിനിമം ലൈൻസ് വെച്ച് വെട്ടിക്കളയാൻ പോണേ. സോ ഞാൻ ആ മെട്രിക്സിനെ വീണ്ടും വരയ്ക്കാൻ പോവാ. നമ്മൾ നേരത്തെ വരച്ച മെട്രിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈൻസ് വരയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വരയ്ക്കുന്നു മാത്രം. 10 0 10 5 2 10 12 12 6 0 14 25 19 4 0 25 17 0 7 5 0 15 10 0 7. നമ്മൾ ലൈൻസ് വരയ്ക്കാൻ പോവാ. ഈ പറഞ്ഞതുപോലെ മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയണം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരണേ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതൊരു ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് നേരത്തെ ചുമ്മാ 4 വര വരച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടി. മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? സീറോസിനെല്ലാം അസൈൻ ചെയ്തേ പറ്റൂ. സോ ഞാൻ പറയുന്ന കാര്യം വളരെ അധികം ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആദ്യമേ ഓരോ റോ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ആ ഓരോ റോയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു സിംഗിൾ സീറോ മാത്രം വരികയാണെങ്കിൽ അവിടെ നമ്മൾ അത് അസൈൻ ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ A B C D E അല്ലേ? 5 വാഹനങ്ങളാണ്. 1 2 3 4 5 ഇങ്ങനെ 5 ഗോഡൗൺസ് ആണ്. സോ നോക്കി, ആദ്യം ലോറി നമ്പർ 1 A എടുക്കുന്നു. ആ റോയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു സിംഗിൾ സീറോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നോക്കി, ഇവിടെ ആകെ ഒരു സിംഗിൾ സീറോയേ വരുന്നുള്ളൂ. നമ്മൾ അതിങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് എക്ക് 5ാമത്തെ ഗോഡൗൺ അസൈൻ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ താഴെ ഇനി വല്ലതും ഉണ്ടെങ്കിൽ അസൈൻ ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് 0 എന്ന് പറയുന്ന എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണേ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോ എടുത്തപ്പം അതിനകത്ത് ആകെ ഒരു സീറോയേ വരുന്നുള്ളൂ. ആ സീറോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. 5ാമത്തെ ഗോഡൗൺ ആർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു? എക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് 5ാമത്തെ ഗോഡൗൺ ഇനി ആർക്കും അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് അവിടെ സീറോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറോ വെട്ടിക്കളയും. ഇതേപോലെ അടുത്തതും ചെയ്യണം. നോക്കി, നമ്പർ 2 ബി എടുത്തു. ബി എടുത്തതിനകത്തും സിംഗിൾ സീറോ ആണ് പറഞ്ഞേ. ബിക്ക് നമ്മൾ ഏത് അസൈൻ ചെയ്ത് കൊടുത്തു? ഗോഡൗൺ നമ്പർ 1 അസൈൻ ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴെ സീറോസ് ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. സീറോസ് ഇല്ല. ആൻഡ് അടുത്തത് സി എടുത്തു. സിയുടെ നേരെ നോക്കി, നമുക്ക് ഒരു സീറോയാണുള്ളത്. അതിൻ്റെ താഴെയോ മുകളിലോ വേറെ സീറോസ് ഇല്ല. നമുക്ക് വെട്ടിക്കളയേണ്ട കാര്യമില്ല. അടുത്ത ഡി എടുത്തു. ഡിക്ക് ഒന്നും അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഡിയുടെ നേരെ സീറോ ഇല്ല. ഡി എന്ന് പറയുന്ന റോയുടെ നേരെ സീറോ ഇല്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇ എടുത്തു. ഇക്കും അസൈൻ ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഇക്ക് 2 സീറോസ് വരുന്നുണ്ട് അല്ലേ? ഇ എന്ന് പറയുന്നതിനകത്ത് 2 സീറോസ് വരുന്നുണ്ട്. നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ആവശ്യം എന്താ? മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, ആദ്യം റോ എടുത്തു. ആ റോയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു സിംഗിൾ സീറോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയോ മുകളിലോ വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് എ എന്ന് പറയുന്ന ലോറി 5ാമത്തെ ഗോഡൗണിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴോട്ട് നോക്കിയപ്പം ഒരു സീറോ കിടപ്പുണ്ട്. ആ സീറോ നമുക്ക് വെട്ടിക്കളയാം. അതേപോലെ ബി എടുത്തു. ബി ഒരു സീറോയേ ഉള്ളൂ. നമ്മൾ അത് അസൈൻ ചെയ്ത് കൊടുത്തു. സി ഒരു സീറോയേ ഉള്ളൂ. അസൈൻ ചെയ്ത് കൊടുത്തു. ഡി അസൈൻ ചെയ്യാൻ സീറോസ് ഒന്നുമില്ല. ആൻഡ് ഇ അസൈൻ ചെയ്യാൻ 2 സീറോസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റോയ്ക്കകത്ത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ കോളം ബേസും ചെയ്യണം. അതായത് കോളം നമ്പർ 1 എടുത്തു. 1 എടുത്തപ്പം ഒരു സീറോയേ ഉള്ളൂ. അത് അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? കോളം നമ്പർ 2 എടുത്തേ. 10 12 12 6 0. അതായത് ഗോഡൗൺ നമ്പർ 2 എന്ന് പറയുന്നത് ഇക്ക് അസൈൻ ചെയ്ത് കൊടുത്തു.
ദാറ്റ് മീൻസ് ഇനി ഇക്ക് വേറെ ഒന്നും അസൈൻ ചെയ്യാൻ പാടില്ല. ചെയ്ത് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു റോയ്ക്കകത്ത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ കോളത്തിനകത്തും ചെയ്യണം. ഓക്കെ, സോ കോളം നമ്പർ 1 എടുത്തു, ഒരു 0 ഉണ്ട്, കുഴപ്പമില്ല. കോളം നമ്പർ 2 എടുത്തു, ഒരു 0 ഉണ്ട്, കുഴപ്പമില്ല. കോളം നമ്പർ 3 എടുത്തു, ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കോളം നമ്പർ 2 എടുത്തിട്ട് ആ 0 വെട്ടിക്കളഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ ഗോഡൗൺ നമ്പർ 2 ഏത് വെഹിക്കിളിനെ, ഇ എന്ന് പറയുന്ന നമ്മുടെ ലോറിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദാറ്റ് മീൻസ് ഇക്ക് ഇനി വേറെ ഒന്നും അസൈൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അതിന് നേരെ വരുന്നതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ആൻഡ് ഗോഡൗൺ നമ്പർ 3 ഒന്നുമില്ല. ആൻഡ് ഗോഡൗൺ നമ്പർ 4 ഓൾറെഡി അലോട്ടഡ് ആണ്. ആൻഡ് കോളം നമ്പർ 5 എന്തില്ല, സീറോസ് ഇല്ല, ഓൾറെഡി അലോട്ടഡ് ആണ്. ചെയ്താൽ മനസ്സിലായല്ലോ? സോ ഇവിടെ നമ്മൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ആണ് ചെയ്യണേ. മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യണേ. ഓക്കെ, എന്ത് കാര്യം അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ മിനിമം ലൈൻസ് വരച്ച് മാക്സിമം സീറോസിനെ വെട്ടാമെന്നാണ് നോക്കണേ. ഇങ്ങനെ ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം പല രീതിയിൽ അങ്ങ് വെട്ടിക്കളയും. ചിലർക്ക് 3 ലൈൻ കിട്ടും, ചിലർക്ക് 4 കിട്ടും, ചിലർക്ക് 5 കിട്ടും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റെപ്പായിട്ട് ഇത് പറയുന്നത്. ആ സ്റ്റെപ്പിനകത്ത് ആദ്യമേ പറഞ്ഞ എന്താ, ഓരോ റോ എടുക്കുന്നു, ആ ഓരോ റോയ്ക്കകത്ത് ഒരു 0 മാത്രമാണെങ്കിൽ ആ 0 നമ്മൾ അസൈൻ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലുള്ള 0 വെട്ടിക്കളയും. ആൻഡ് അടുത്ത റോ എടുക്കുന്നു, സിംഗിൾ 0 ആണോ നോക്കണു. സപ്പോസ് 0 ഇല്ലെങ്കിലോ അസൈൻ ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ സീറോസ് ആണെങ്കിലോ അസൈൻ ചെയ്യാൻ പാടില്ല. ആൻഡ് അടുത്ത റോ എടുക്കുന്നു, ഇതേപോലെ സിംഗിൾ 0 ആണെന്ന് നോക്കുന്നു, ആ സിംഗിൾ 0 അസൈൻ ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലെ സീറോസ് വെട്ടിക്കളയുന്നു. റോയ്ക്കകത്ത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ കോളവും ചെയ്യണം. ഏതെങ്കിലും കോളത്തിൽ സിംഗിൾ സീറോസ് വരികയാണെങ്കിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കാം. ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ ഉണ്ടെങ്കിൽ വെട്ടിക്കളയും. അതായത് നമ്പർ 2 നമ്മൾ സിംഗിൾ 0 അസൈൻ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിനെ നമ്മൾ വെട്ടിക്കളയും. മനസ്സിലായോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ പോവാം. ഓക്കെ, ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്നറിയാമോ? നമ്പർ 1, ഏതൊക്കെ റോയിലാണ് അസൈൻ ചെയ്തിരിക്കണേന്ന് നോക്കണം, ഏതൊക്കെ റോയിലാണ് അസൈൻ ചെയ്യാത്തത് എന്ന് നോക്കണം. അവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റോയ്ക്കാണ്. ഇവിടെ നോക്കിയേ, ഇതിൽ അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എ എന്ന് പറയുന്ന റോയ്ക്കകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്, ബിക്കും അസൈൻ ചെയ്തിട്ടുണ്ട്, സിക്കും അസൈൻ ചെയ്തിട്ടുണ്ട്, ഡിക്ക് അസൈൻ ചെയ്തിട്ടില്ല. സോ അസൈൻ ചെയ്യാത്ത ഡിയിൽ നമ്മളൊരു ടിക്ക് ഇടാൻ പോകും. മനസ്സിലായല്ലോ? അസൈൻ ചെയ്യാത്ത ഡിയിൽ നമ്മളൊരു ടിക്ക് ഇടാൻ പോവാ. ഇനി നോക്കിയേ, ഇക്കകത്തും അസൈൻ ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണോ അസൈൻ ചെയ്യാത്തത് എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, ആ അസൈൻ ചെയ്യാത്തത് ഏതാ? ഇവിടെ അസൈൻ ചെയ്യാത്തത് ഏതാ നോക്കി. ഡി എന്ന് പറയുന്ന റോ മാത്രമേ നമ്മൾ അസൈൻ ചെയ്യാത്തതുള്ളൂ. സോ ആ അസൈൻ ചെയ്യാത്ത റോയുടെ നേരെ ഒരു ടിക്ക് ഇടുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ റോയിൽ എവിടെയെങ്കിലും സീറോസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അസൈൻ ചെയ്തതാവാം, ചെയ്യാത്തതാവാം. ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിനകത്ത് ഒരു ടിക്ക് ഇടണം. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നോക്കി, ഇതാണ് നമ്മൾ ടിക്ക് ചെയ്ത റോ അല്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 0 വരുന്നുണ്ട്. സോ ആ കോളത്തിനകത്ത് നമ്മളൊരു ടിക്ക് ഇടണം. ചെയ്തോ? മനസ്സിലായല്ലോ? ആദ്യമേ റോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, റോ ഏതാണെന്ന് നോക്കുന്നു, ആ റോയ്ക്കകത്ത് എവിടെയെങ്കിലും അസൈൻ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ടിക്ക് ഇടുന്നു. ആ അസൈൻ ചെയ്യാത്ത റോയ്ക്കകത്ത് എവിടെയെങ്കിലും 0 വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. 0 വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിനകത്ത് നമ്മളൊരു ടിക്ക് ഇട്ടു. ഇനി ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻ ചെയ്ത സീറോസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ, നോക്കിയേ, ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻ ചെയ്ത സീറോസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോ? മനസ്സിലായോ? അതായത് ആദ്യമേ റോ ചെക്ക് ചെയ്യുന്നു, റോയ്ക്കകത്ത് ഏതെങ്കിലും അസൈൻ ചെയ്യാത്ത റോ ഉണ്ടോ എന്ന് നോക്കിയപ്പം ഡി എന്ന് പറയുന്ന റോ അസൈൻ ചെയ്തിട്ടില്ല, നമ്മളൊരു ടിക്ക് ഇട്ടു. ആ റോയ്ക്കകത്ത് എവിടെയെങ്കിലും എന്തുണ്ടോ നോക്കണം, 0 ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയപ്പം ഉണ്ട്, കോളം 5 ഒരു 0 കിടപ്പുണ്ട് അല്ലേ?
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിനകത്ത് ഒരു ടിക്ക് ഇടണം. ഇനി എന്ത് ചെയ്യണം? ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻഡ് സീറോസ് കിടപ്പുണ്ടോ എന്ന് നോക്കണം. നോക്കിയപ്പോൾ ദേ ഏതാ റോ നമ്പർ എ, അതിനകത്ത് അസൈൻഡ് കിടപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? അൺഅസൈൻഡ് ആയിട്ട് വരുന്ന ഓക്കെ കോളത്തിനെയും റോയിനെയും നമുക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മാത്രം മതി. അതായത് ഈ ടിക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം, നിങ്ങൾ എവിടെയൊക്കെയാണോ ഏതൊക്കെ കോളത്തിനകത്താണോ ടിക്ക് ഇട്ടിരിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. കൺഫ്യൂഷൻ ആയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാം. ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നമ്മൾ ആദ്യമേ ചെയ്തത് റോ ഓപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് കോളം ഓപ്പറേഷൻ ചെയ്തു. ആ കോളം ഓപ്പറേഷൻ്റെ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അവിടെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതായത് ഓരോ റോ ചെക്ക് ചെയ്യുന്നു, ആ ഓരോ റോയ്ക്കകത്തും എവിടെയെങ്കിലും സിംഗിൾ സീറോസ് വരികയാണെങ്കിൽ അതിനെ അസൈൻ ചെയ്യുന്നു, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലുള്ള സീറോസിനെ വെട്ടിക്കളയുന്നു. അതേപോലെ അടുത്ത റോ എടുക്കുന്നു, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലുള്ളത് വെട്ടിക്കളയുന്നു. അതേപോലെ തന്നെ അടുത്ത കോളം എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും സിംഗിൾ സീറോസ് വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. സിറ്റുവേഷൻ മനസ്സിലായി? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പറഞ്ഞ എന്താ? ഏതെങ്കിലും റോയ്ക്കകത്ത് അസൈൻ ചെയ്യാത്ത റോ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അസൈൻ ചെയ്യാത്ത ഏതെങ്കിലും റോ ഉണ്ടോ നോക്കുക. ആ റോയ്ക്കുടെ നേരെ നമ്മളൊരു ടിക്കറ്റ്. ഇനി എന്ത് ചെയ്യണം? ആ റോയ്ക്കകത്ത് എവിടെയെങ്കിലും സീറോ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു സീറോ വരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒരു കോളത്തിൽ മാത്രം ടിക്കറ്റ്. ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻഡ് സീറോസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടിക്ക് ഇടുക. ഓക്കെ, ഇത്രയും ഇങ്ങനെ ടിക്കറ്റ് മനസ്സിലായാൽ, അല്ലെങ്കിൽ ഈ ടിക്കറ്റിൻ്റെ പ്രോസസ്സ് മനസ്സിലായാൽ നമുക്ക് ലൈൻസ് വരയ്ക്കാം. ടിക്കറ്റിന് എങ്ങനെയാണെന്ന് പറഞ്ഞേ? അൺഅസൈൻഡ് ആയിട്ട് ലൈനകത്ത് ടിക്ക് ഇടുന്നു. ആ അൺഅസൈൻഡ് റോയ്ക്കകത്ത് എവിടെയെങ്കിലും സീറോസ് വരുന്നുണ്ടോ നോക്കുന്നു. ആ സീറോ വരുന്ന കറസ്പോണ്ടിങ് കോളം നമ്മൾ ടിക്ക് ചെയ്യുന്നു. ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻഡ് ആയിട്ടുള്ള സീറോസ് വരുന്നുണ്ടോ എന്ന് നോക്കണു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ വരയ്ക്കാൻ പോണേ ഈ ടിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വരയ്ക്കാൻ പോണേ. ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്നറിയാമോ? അൺഅസൈൻഡ് ആയിട്ടുള്ള അൺടിക്കഡ് ആയിട്ടുള്ള റോ നമ്മൾ വരയ്ക്കണം. ടിക്ക് ചെയ്തിട്ടുള്ള കോളവും നമ്മൾ വരയ്ക്കണം. അതായത് നോക്കി, ഇവിടെ മനസ്സിലായോ? അൺടിക്കഡ് ആയിട്ടുള്ള റോ എന്ന് വെച്ചാൽ ദേ ഇത് രണ്ടും മാത്രമാണ് ഇവിടെ ടിക്ക് ചെയ്തിട്ടുള്ളത്. സോ ബാലൻസ് 3 നമ്മൾ വരച്ചു. ഇനി ടിക്ക് ചെയ്ത കോളവും നമ്മൾ വരയ്ക്കണം. ടിക്ക് ചെയ്ത കോളവും വരച്ചു. തീർച്ചയായിട്ടും എല്ലാ സീറോസും വെട്ടിപ്പോകും. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോജിക്കിനകത്ത് തോന്നുന്ന പോലെ വരച്ചാൽ ചിലപ്പം ഈ പറയുന്ന പോലെ ചിലർക്കത് ഒപ്റ്റിമാലിറ്റി ആവും, ചിലരുടെ ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചിലർക്കത് ഒപ്റ്റിമാലിറ്റി ആവും, ചിലർക്കത് ഒപ്റ്റിമാലിറ്റി ആവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഓരോ റോയും സെലക്ട് ചെയ്യുക. ആ ഓരോ റോയ്ക്കകത്ത് എവിടെയാണോ സിംഗിൾ സീറോസ് വരുന്നത് അത് അസൈൻ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലുള്ള സീറോ വെട്ടിക്കളയുക. അതേപോലെ ഓരോ കോളം എടുക്കുക, സിംഗിൾ സീറോസ് വരുന്നതിനെ അസൈൻ ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ വെട്ടിക്കളയുക. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഏതെങ്കിലും കാരണവശാൽ സീറോസ് വരുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സീറോസ് വരികയാണെങ്കിലോ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം അൺഅസൈൻഡ് ആയിട്ട് വരുന്ന റോ ഏതാണോ അത് ടിക്ക് ചെയ്യുന്നു. ആ അൺഅസൈൻഡ് ആയിട്ട് വരുന്ന റോയ്ക്കകത്ത് എവിടെയെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം ടിക്ക് ചെയ്യുന്നു. ആ കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻഡ് സീറോസ് വരുന്നുണ്ടെങ്കിൽ ആ അസൈൻഡ് സീറോസിന് നേരെ ഉള്ള കറസ്പോണ്ടിങ് റോ ടിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞേ. അൺടിക്കഡ് ആയിട്ട് വരുന്ന റോയും ടിക്കഡ് ആയിട്ട് വരുന്ന കോളവും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വരയ്ക്കാൻ വരുമ്പോൾ ശരിയാവും. ഇനി നമുക്ക് ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്ന സാധനം ടെസ്റ്റ് ചെയ്യണം. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമ്പർ ഓഫ് കോളംസ് 5 അല്ലേ, നമ്പർ ഓഫ് റോ 5. പക്ഷെ ലൈൻസ് നോക്കി 1 2 3 4 4 ലൈൻസേ വരുന്നുള്ളൂ. സോ ഒപ്റ്റിമൽ അല്ല. മനസ്സിലായോ? ഒപ്റ്റിമൽ ആവണമെങ്കിൽ നമ്പർ ഓഫ് റോ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ഈക്വൽ ടു നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ഒപ്റ്റിമൽ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്തല്ല, ഒപ്റ്റിമൽ അല്ല. ഒപ്റ്റിമൽ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് പുതിയൊരു മെട്രിക്സ് വരയ്ക്കണം. ഇറ്റ്സ് കോൾഡ് ഇംപ്രൂവ്ഡ് മെട്രിക്സ്. മനസ്സിലായല്ലോ? ഈ പറയുന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ പുതിയൊരു മെട്രിക്സ് വരയ്ക്കണം. ഇറ്റ്സ് കോൾഡ് ഇംപ്രൂവ്ഡ് മെട്രിക്സ്. ഇംപ്രൂവ്ഡ് മെട്രിക്സ് വരയ്ക്കാനുള്ള റൂൾ നമ്പർ 1, ദാറ്റ് മീൻസ് ഇവിടെ ഈ പറയുന്നത് പോലെ വര വെച്ച് ക്യാൻസൽ ചെയ്യാത്തതിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കണം. ഓക്കെ, റൂൾ നമ്പർ 1, ഇതേപോലെ വര പോയി ക്യാൻസൽ ചെയ്യാത്ത ഏറ്റവും സ്മോളസ്റ്റ് ഫിഗർ ഏതാണെന്ന് നോക്കണം. ഓക്കെ, 10, 10, 14, 25, 5, 6, 4. ഏറ്റവും സ്മോളസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഏതാ? 4 ആണ്. 4ഉം 7ഉം 4 ആണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നമ്പർ 1, വര വെച്ച് ക്യാൻസൽ ചെയ്യാത്ത ഡിജിറ്റുകളിൽ ഏറ്റവും ചെറുതെടുക്കണം. ആ ഏറ്റവും ചെറുതെടുത്തിട്ട് അത് ഈ പറഞ്ഞ ക്യാൻസൽ ചെയ്യാത്ത ഫിഗറിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്യാൻസൽ ചെയ്യാത്ത ഫിഗറിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് ഇവിടെ 10 ആണ്, 10 - 4 6 വരും. ഇവിടെ 10 ആണ്, 10 - 4 6 വരും. ഇവിടെ 14 ആണ്, 10 വരും. 25 ആണ്, 21 വരും. എങ്ങനെയാന്ന് മനസ്സിലായോ? എങ്ങനെയാ? ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ എല്ലാം ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ ആ സ്മോളസ്റ്റ് വാല്യൂ ക്യാൻസൽ ചെയ്യണം. ഈ താഴെ വരുമ്പോഴോ 5 മാറി 1 ആവും, 6 മാറി 2 ആവും, 4 മാറി 0 ആവും, 7 മാറി 3 ആവും. സോ റൂൾ നമ്പർ 1, അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോവാത്ത സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കണം. ക്യാൻസൽ ചെയ്ത് പോവാത്ത വാല്യൂസിലെ സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കണം. ആ സ്മോളസ്റ്റ് വാല്യൂ ബാക്കിയുള്ള ക്യാൻസൽ ചെയ്യാത്ത വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, ഏതൊക്കെ ഡിജിറ്റിന്റെ മുകളിൽ കൂടെയാണോ വര പോയിരിക്കുന്നത് ആ ഡിജിറ്റുകൾ അതേപോലെ തന്നെ എഴുതണം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ വര പോയിട്ടുണ്ട്. സോ ഇവിടെ 0 എഴുതാം, ഇവിടെ 12 തന്നെ എഴുതാം, ഇവിടെ 25 എഴുതാം, ഇവിടെ 17 എഴുതാം, ഇവിടെയും 0 എഴുതാം. 15ന്റെ പ്രത്യേകത എന്താ നോക്കി? 15ൽ വരകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? 15ൽ വരകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയകളിൽ ഈ പറയുന്ന ഡിജിറ്റ് ആഡ് ചെയ്യണം. ഏതാ? ഈ പറയുന്ന സ്മോളസ്റ്റ് വാല്യൂ 0 ഇല്ലേ? ആ 0 നമ്മൾ ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയയിനകത്ത് ആഡ് ചെയ്ത് കാണിക്കണം. സോ റൂൾ നമ്പർ 1, ഒപ്റ്റിമാലിറ്റി ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഇംപ്രൂവ്ഡ് മെട്രിക്സ് വരയ്ക്കാൻ പോവാണ്. ഇംപ്രൂവ്ഡ് മെട്രിക്സ് വരയ്ക്കുന്നതിനകത്ത് റൂൾ നമ്പർ 1, ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്യാത്ത ഡിജിറ്റുകളിലെ ഏറ്റവും ചെറുതെടുക്കണം. ആ ഡിജിറ്റ് ക്യാൻസൽ ചെയ്യാത്ത ഫിഗേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യണം. റൂൾ നമ്പർ 2, ഏതൊക്കെ ഡിജിറ്റിന്റെ മുകളിൽ കൂടെയാണോ ലൈൻസ് കടന്നു പോകുന്നത് ആ ഡിജിറ്റുകൾ അതേപോലെ തന്നെ എഴുതണം. പക്ഷേ ഏതൊക്കെ ഡിജിറ്റിൽ കൂടെയാണോ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനകത്ത് ഈ ഡിജിറ്റ് ആഡ് ചെയ്ത് കാണിക്കണം. അങ്ങനെ 3 റൂൾ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ 10 തന്നെ എഴുതാം, കാരണം വര കടന്നു പോകുന്നുണ്ട് അല്ലേ? ഇവിടെ 12 എഴുതാം, 19 എഴുതാം, 0 എഴുതാം. പക്ഷെ ഇവിടെ 10 മാറി എന്താവും? 14 ആവും. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇന്റർസെക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇവിടെ 1, 2, 0, 3, 0. കാരണം അവിടെ ഇന്റർസെക്ഷൻ ഇല്ല, ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇവിടെ 2 എഴുതാം, 0 എഴുതാം, 0 എഴുതാം, 5 എഴുതാം, ഇവിടെ 11 വരും. കാരണം എന്താ? ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്റർസെക്ട് ചെയ്യുന്നത് കൊണ്ട് ആ 7 + 4 നമുക്ക് എന്തായിട്ട് എഴുതാം? 11 ആയിട്ട് എഴുതാം. സോ ഇറ്റ്സ് കോൾഡ് ഇംപ്രൂവ്ഡ് മെട്രിക്സ്. ഈ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രൂവ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഇതിനകത്ത് തന്നെ എഴുതാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് മെട്രിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. മനസ്സിലായോ? ഇംപ്രൂവ്ഡ് മെട്രിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഡിജിറ്റ് ആട്ടോ എഴുതാൻ പോണേ.
ഇംപ്രൂവ്ഡ് മെട്രിക്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡിജിറ്റാണ് നമ്മൾ എഴുതാൻ പോണേ. ഏതൊക്കെയാ? ദേ 6, 6, 10, 21, 0. അങ്ങനെ നമുക്ക് കിട്ടിയ പുതിയ ഡിജിറ്റാണ് എഴുതാൻ പോണേ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എഴുതരുത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. സോ നമുക്ക് എഴുതാം 6, 6, 10, 21, 0, 0, 12, 25, 13, 19, 10, 12, 19, 0, 14, 1, 2, 0, 3, 0, 0, sorry, 2, 0, 0, 5, 11. ഓക്കെ, കൺഫ്യൂസിങ് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വീഡിയോ 2 3 തവണ കേട്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് റോ ഓപ്പറേഷൻ നടത്തുക, അത് കഴിഞ്ഞ് കോളം ഓപ്പറേഷൻ നടത്തുക, എന്നിട്ട് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നടത്തുക. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടി ലൈൻസ് വരയ്ക്കണം. ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താ? അസൈൻ ചെയ്യുക. ആദ്യം റോ എടുത്ത് അസൈൻ ചെയ്യുക. നോക്കി, നമുക്ക് ഇവിടെ അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സിംഗിൾ സീറോസ് വരുന്ന റോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കി, ആദ്യം എ എന്ന് പറയുന്ന റോ എടുത്തു. ഇവിടെ സിംഗിൾ സീറോയാണ്, നമ്മൾ അതിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ 0 വരുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ ബി എടുത്തു, നമ്മൾ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് താഴെ ഇല്ല. സി എടുത്തു, സി നമ്മൾ അസൈൻ ചെയ്തു. മനസ്സിലായി? അതിൻ്റെ താഴെ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. ആൻഡ് ഡി എടുത്തു. ഡി എടുത്തപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇ നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ആൻഡ് ഇ എടുത്തു. അതിൻ്റെ നേരെ നമുക്ക് ഏത് വരുന്നുണ്ട്? ഈ പറയുന്ന പോലെ സെക്കൻഡ് വൺ വരുന്നുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? സെക്കൻഡ് വൺ വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ കോളം നമുക്ക് എടുക്കാം. കോളം എടുക്കുന്ന നേരത്ത് ഇവിടെ ഒരു സിംഗിൾ ആയിട്ട് ഒരു 0 വരുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഒരു കോളം വരുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ വെട്ടിക്കളഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഒരു 0 ആണ് പറഞ്ഞത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 0 കളഞ്ഞു. ആൻഡ് ദ ഫോർത്ത് വൺ ഒരു സിംഗിൾ 0 ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് വേറെ സീറോസ് ഒന്നുമില്ല. ആൻഡ് ഫിഫ്ത്ത് വൺ ഒരു 0 ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ റോയിൽ വേറെ സീറോസ് ഒന്നുമില്ല. മനസ്സിലായി? ഇനി ഇതിനെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നത് പോലെ അസൈൻ ചെയ്യാത്ത ഏതുണ്ടെങ്കിൽ, അസൈൻ ചെയ്യാത്ത കോളം ഉണ്ട്, അസൈൻ ചെയ്യാത്ത റോ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. ഇവിടെ നോക്കി, ഈ റോയ്ക്കകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് 5 എണ്ണത്തിനകത്തും നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ അടുത്ത നോക്കേണ്ടത് ഈ പറയുന്നത് പോലെ റോ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോളം അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. നോക്കി, കോളവും 1, 2, 3, 4, 5 എല്ലാത്തിലോട്ടും ഓരോന്ന് വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞേ? അസൈൻ ചെയ്യാത്തതിൻ്റെ നേരെ ടിക്ക് ഇടണം. അതിൻ്റെ നേരെ ഏതെങ്കിലും സീറോസ് വരുന്നുണ്ടെങ്കിൽ ആ സീറോസ് വരുന്ന കറസ്പോണ്ടിങ് കോളം നമ്മൾ ടിക്ക് ചെയ്യണം. ആ കറസ്പോണ്ടിങ് കോളത്തിനകത്ത് ഏതെങ്കിലും ഒന്നിൽ ഏത് വരുന്നുണ്ടെങ്കിൽ, അസൈൻഡ് സീറോസ് വരുന്നുണ്ടെങ്കിൽ ആ റോ നമ്മൾ ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അൺടിക്കഡ് ആയിട്ടുള്ള റോയും ടിക്കഡ് ആയിട്ടുള്ള കോളവും വരയ്ക്കണം. മനസ്സിലായി? സോ നോക്കി, ഇവിടെ അസൈൻമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് തീർന്നു. എങ്ങനെയാ? എ എന്ന് പറയുന്ന വെഹിക്കിളിന് ഫാക്ടറി 5 കൊടുത്തു. അടുത്തത് ബി എന്ന് പറയുന്ന വെഹിക്കിളിന് ഫാക്ടറി 1 കൊടുത്തു. സിക്ക് 4 കൊടുത്തു. ഡിക്ക് 3 കൊടുത്തു. ആൻഡ് ഇക്ക് 2 കൊടുത്തു. ഓരോരുത്തർക്കും ഓരോന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? അസൈൻ ചെയ്ത് കൊടുത്തു. ചെയ്താൽ മനസ്സിലായെങ്കിൽ നമുക്ക് അസൈൻഡ് ടോട്ടൽ കോസ്റ്റ് കാണാം. ഏറ്റവും കുറഞ്ഞു വരുന്ന കോസ്റ്റ് കാണാം. ഏറ്റവും കുറഞ്ഞ വരുന്ന കോസ്റ്റ് കാണുമെങ്കിൽ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് കാണാൻ പറ്റുള്ളൂ. കാരണം കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സിൽ നിന്നാണ്. സോ ഇതാണ് അസൈൻമെന്റ്. മനസ്സിലായോ? എ എന്ന് പറയുന്ന ലോറിക്ക് 5ാമത്തെ ഗോഡൗൺ, ബി എന്ന് പറയുന്ന ലോറിക്ക് 1ാമത്തെ ഗോഡൗൺ, സി എന്ന് പറയുന്ന ലോറിക്ക് 4ാമത്തെ ഗോഡൗൺ, ഡിക്ക് 3, ഇക്ക് 2ാമത്തെ ഗോഡൗൺ. അസൈൻ ചെയ്ത് കൊടുത്താൽ ഈ അസൈൻമെന്റിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ കോസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ച ടേബിൾ എടുക്കണം. ഏതിനൊക്കെ മുമ്പ്?
ദേ അല്ലേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ്. നമുക്ക് വാല്യൂ തന്നിരിക്കുന്ന മെട്രിക്സ്. ദാറ്റ് മീൻസ് റോ ഓപ്പറേഷൻ പോലും ചെയ്യാത്ത മെട്രിക്സ്. അതിലാണ് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യേണ്ടത്. ചെയ്യുന്ന നേരത്ത് നോക്കി, എക്ക് 5ാമത്തെ ആണ് അല്ലേ, ദേ ഇത് വരും. സോ എ 5ലോട്ടാണ് 10 രൂപ ചിലവ് വരും. ആൻഡ് ബി നമ്മൾ അസൈൻ ചെയ്തത് 1ലോട്ടാണ്. സോ ബി 18 രൂപ വരും. അടുത്തത് സി അസൈൻ ചെയ്തത് 4ലോട്ടാണ്. സോ സി 4ലോട്ട് നമ്മൾ അസൈൻ ചെയ്തു. മനസ്സിലായോ? ആൻഡ് ഡി അസൈൻ ചെയ്തത് 3ലോട്ടാണ്. സോ അതാത് വാല്യൂസ് നമ്മൾ എഴുതുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇ അസൈൻ ചെയ്തത് 0, അല്ലെങ്കിൽ ഇ അസൈൻ ചെയ്ത വാല്യൂ ചെയ്തത്. മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, 2 3 തവണ ദേ ആ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതായത് ഡിയുടെ വാല്യൂ, ഡി ഏതിലോട്ടായിരുന്നു? ഡി 3ലോട്ടാ, 40 റുപ്പീസ് വരും. ഈ 2ലോട്ട് 0, അപ്പോൾ 40 50 ടോട്ടൽ കോസ്റ്റ് വരും. ചെയ്ത് മനസ്സിലായോ? സോ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ദ ക്ലൈമാക്സ്. ഫസ്റ്റ് വൺ, കിട്ടിയ മെട്രിക്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. റോ ഓപ്പറേഷൻ നടത്തുന്നു. റോ ഓപ്പറേഷൻ എന്താ നടത്തും? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുക, ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് അത് മൈനസ് ചെയ്യാം. അപ്പം കിട്ടുന്ന പുതിയ മെട്രിക്സിൽ നിന്ന് കോളം ഓപ്പറേഷൻസ് നടത്തുക. ആ 2 കോളം ഓപ്പറേഷൻ ഇതേപോലെ തന്നെ. കോളം ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് ബാക്കിയുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ആ കിട്ടുന്ന പുതിയ മെട്രിക്സ് ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒപ്റ്റിമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മിനിമം ലൈൻസ് വരച്ചിട്ട് മാക്സിമം സീറോസിനെ വെട്ടിക്കളയണം. അപ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കണം? നമ്പർ ഓഫ് കോളം ഓർ നമ്പർ ഓഫ് റോയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ പറഞ്ഞത് അതായത് ഫസ്റ്റ് റോ എടുക്കുക, എവിടേക്കാണോ സിംഗിൾ സീറോസ് വരുന്നത് അതിനെ അസൈൻ ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലുള്ള സീറോസ് വെട്ടിക്കളയുക. എന്നിട്ട് ആ 5 റോയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5 കോളം അങ്ങനെ തന്നെ ചെയ്യുക. എവിടെയാണോ സിംഗിൾ സീറോസ് വരുന്നത് ആ 0 അസൈൻ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോയുടെ സീറോസ് ക്യാൻസൽ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? അൺഅസൈൻഡ് ആയിട്ടുള്ള റോ ടിക്ക് ചെയ്യുക. ആ അൺഅസൈൻഡ് ആയിട്ടുള്ള റോയ്ക്കകത്ത് എവിടെയെങ്കിലും സീറോസ് ഉണ്ടോ എന്ന് നോക്കുക. സീറോസ് ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ടിക്ക് ചെയ്യുക. ആ കറസ്പോണ്ടിങ് കോളത്തിനകത്ത് എവിടെയെങ്കിലും അസൈൻഡ് സീറോസ് ഉണ്ടോ എന്ന് നോക്കുക. അസൈൻഡ് സീറോസ് ഉണ്ടെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക, ആ റോ ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യാത്ത റോയും ടിക്ക് ചെയ്തിട്ടുള്ള കോളവും വരയ്ക്കാം. ഒരിക്കൽ കൂടെ, ടിക്ക് ചെയ്യാത്ത റോയും ടിക്ക് ചെയ്ത കോളവും വരയ്ക്കാം. ഉറപ്പായിട്ടും മിനിമം ലൈൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒപ്റ്റിമൽ ആയില്ലെങ്കിൽ നമുക്ക് ആ പുതിയ മെട്രിക്സിൽ നിന്ന് വീണ്ടും ഇംപ്രൂവ്ഡ് മെട്രിക്സ് വരയ്ക്കണം. ഇംപ്രൂവ്ഡ് മെട്രിക്സ് വരയ്ക്കാൻ ഏതൊക്കെ ഡിജിറ്റിൻ്റെ മുകളിൽ കൂടെയാണോ ലൈൻസ് കയറി പോവാത്തത് അതിനകത്തുള്ള സ്മോളസ്റ്റ് വാല്യൂ എടുക്കണം. ആ സ്മോളസ്റ്റ് വാല്യൂ ബാക്കിയുള്ള വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യണം. ലൈൻസ് കയറി പോകുന്ന വാല്യൂ അതേപോലെ തന്നെ എഴുതണം. എവിടേക്കാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിനകത്ത് ഈ പറയുന്ന വാല്യൂ ആഡ് ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? സോ ഇംപ്രൂവ്ഡ് മെട്രിക്സ് കിട്ടും. ആ ഇംപ്രൂവ്ഡ് മെട്രിക്സിനകത്തും അസൈൻ ചെയ്യുക. ഇതേപോലെ നമ്പർ ഓഫ് ലൈൻസും കാര്യങ്ങളും ഉണ്ടോ നോക്കുക. ഓക്കെ, അഗെയിൻ 2 3 തവണ വീഡിയോ കാണാം, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് അസൈൻമെൻറ്റ് തീർന്നിട്ടില്ല. അസൈൻമെൻറ്റിനകത്ത് ഇനിയും ചെയ്യാനുണ്ട്. അതായത് അൺബാലൻസ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ 2 കാര്യങ്ങൾ 2 മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ബൈ.